നമസ്കാരം. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ലോകത്തെ എടുത്തു നോക്കിയാൽ നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് ഒരാൾക്കെങ്കിലും പണത്തിൻ്റെ പ്രശ്നമില്ലാതെ ഇല്ല. അതായത് ഒരു വീട്ടിൽ കടമുള്ള ഒരാളെങ്കിലും ഉണ്ടാകും, കടമില്ലാത്ത ഒരാൾ പോലും ഇല്ല എന്ന് തന്നെ പറയാം. പണവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. കടമുള്ളവർക്കും ലോണ്, ഗോൾഡ് ലോൺ ഇൻട്രസ്റ്റ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും, വട്ടിപ്പലിശയ്ക്ക് പണം കടമെടുത്തിട്ട് പലിശ പോലും തിരിച്ചു കൊടുക്കാനില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത് കറുത്ത വാവ് ദിവസം, അതായത് അമാവാസ്യ ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു ദിവസവും ചെയ്യാൻ പാടില്ല. ഇത് ഉപ്പുകൊണ്ട് ചെയ്യുന്ന ഒരു പരിഹാരമാണ്. ഇതിന് വേണ്ടിയത് ഒരു ചെറിയ പീസ് മഞ്ഞ കളർ തുണിയാണ്. സ്മോൾ പീസ് യെല്ലോ കളർ ക്ലോത്ത്. മഞ്ഞ കളർ തുണിയിലേക്ക് ഒരു പിടി കല്ലുപ്പിടണം. കല്ലുപ്പ് തന്നെ വേണം, തരിയുപ്പ് ഉപയോഗിക്കരുത്. അതായത് നെഗറ്റിവിറ്റി മാറ്റാനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ മാത്രമേ അതിന് ഫലസിദ്ധി കിട്ടുകയുള്ളൂ. ഇത് കറുത്തവാവ് ദിവസം തന്നെ ചെയ്യണം. അമാവാസ്യ തിഥിയിൽ ചെയ്യണം. സമയം കലണ്ടറിൽ നോക്കിയിട്ട് ചെയ്യുക. ഉച്ചയ്ക്ക് 12 മണി അഭിജിത്ത് മുഹൂർത്തമാണ്. ഈ അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മഞ്ഞ കളർ തുണിയിലേക്ക് ഒരു പിടി ഉപ്പിട്ടല്ലോ, കൂടെ ഒരു ചെറിയ കവറിനകത്ത് ഒരു 5 രൂപയുടെ കോയിൻ വയ്ക്കുക. 5 റുപ്പീസ് കോയിൻ ഒന്ന് ഒരു സ്മോൾ കവറിനുള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ചെറിയ ഗോൾഡ് പീസ് കൂടെ അതിൽ വയ്ക്കുക. പൊന്നിൻ്റെ ഒരു പൊട്ട് മതി. സ്വർണം വയ്ക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ഒരു പീസ് മീൻസ് കമ്മലിൻ്റെ ആണിയോ മൂക്കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പീസ് വയ്ക്കുക. അതല്ല സ്വർണം വയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പറിൽ സ്വർണം എന്ന് എഴുതിയിട്ട് അതിനുള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഈ തുണി കിഴി കെട്ടണം. എന്നിട്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അതായത് നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമുക്ക് ഗോൾഡ് ലോണാണ് പ്രശ്നമെങ്കിൽ ഗോൾഡ് ലോൺ തിരിച്ചെടുക്കാനുള്ള പണം കയ്യിൽ വരണമേ ദേവി എന്ന് പ്രാർത്ഥിക്കുക. അതല്ല വീട് ലോണാണെങ്കിൽ ലോൺ അടയ്ക്കാനുള്ള കാശ് കയ്യിൽ വരണമേ ദേവി എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ കിഴി വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിലോ അതല്ല സൈഡിലോ കെട്ടിയിടണം. കിഴിയിലെ ഉപ്പ് വീട്ടിലെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കി കടങ്ങൾ തീർക്കാനുള്ള വഴി കാട്ടിത്തരും. നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് വീട്ടിൽ വരവുണ്ടാകും. ചില പേർക്ക് അടുത്ത കറുത്തവാവിന് മുന്നേ തന്നെ റിസൾട്ട് കിട്ടും. എന്നാൽ ചിലർക്ക് കുറച്ചുനാൾ കിട്ടിയ ശേഷം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. പാവങ്ങളോ സമയദോഷമോ ഉള്ളവർക്കാണ് അങ്ങനെ റിസൾട്ട് കിട്ടാൻ താമസിക്കുന്നത്. കുറച്ച് നാളിപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായും നല്ല ചേഞ്ച് ഉണ്ടാകും. അടുത്ത കറുത്തവാവ് വരുമ്പോൾ ഈ കിഴിയെടുത്ത് ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയണം. അത് സിങ്കിൽ ഒഴിക്കുകയോ ചവിട്ടാത്ത ഇടത്തിൽ ഒഴിക്കുകയോ ചെയ്യുക. മഞ്ഞത്തുണി അത് തന്നെ കഴുകി ഉപയോഗിക്കാം. 5 രൂപ കോയിനും സ്വർണവും അത് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇത് ചെയ്യുന്നത് വഴി വീട്ടിൽ പണവരവ് ഉണ്ടാവുകയും പണയം വെച്ച ഗോൾഡ് തിരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഉപ്പിൽ നമ്മൾ വയ്ക്കുന്ന വസ്തുക്കൾ വന്നുകൊണ്ടിരിക്കും എന്നാണ്. അതായത് ഉപ്പിൽ നമ്മൾ വെച്ചത് ഒരു 5 രൂപ കോയിനും സ്വർണത്തിൻ്റെ ഒരു പീസുമല്ലേ. അപ്പോൾ പണം വന്നുകൊണ്ടിരിക്കും. സ്വർണവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ പണയം വെച്ചത് തിരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. വരുന്ന പണം കൊണ്ട് നമുക്ക് കടം തീർക്കാനും പറ്റും. നമ്മുടെ കയ്യിൽ നിന്നും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുകയും ചെയ്യും. അമാവാസ്യയിൽ ചെയ്യുന്നതിനാൽ ഫലം പെട്ടെന്ന് ലഭിക്കുമെന്നാണ്. അമാവാസ്യ തിഥി എന്നാൽ പിതൃതർപ്പണ ദിവസമാണ്. പിതൃതർപ്പണം ചെയ്ത് പിതൃദേവതകളുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ്. കഷ്ടപ്പാടുകൾ കുറയും. അന്നത്തെ ദിവസം അന്നദാനം ചെയ്യണം. ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ലക്ഷ്മി പൂജ കറുത്തവാവിന് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതിലൂടെ ദാരിദ്ര്യദേവത വരികയില്ല. ലക്ഷ്മി പൂജ വൈകിട്ട് 6 മണിക്ക് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കറുത്തവാവ് പിതൃക്കളുടെ ദിവസമായതിനാൽ വീടിൻ്റെ മുന്നിൽ അമാവാസ്യ തിഥിയുള്ള നാള് കോലമിടാൻ പാടില്ല. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ടും കടം തീർക്കാൻ പറ്റാത്തവർക്ക്, പണയം തിരിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ചെയ്ത ഉടനെ റിസൾട്ട് കിട്ടും എന്ന് കരുതി ചെയ്യരുത്.
ഇത് മാന്ത്രികമല്ല. അതിനാൽ വിശ്വാസമർപ്പിച്ച് ക്ഷമയോടെ ചെയ്യുക. ഫലം കിട്ടിയിരിക്കും. കല്ലുപ്പ് പരിഹാരം പെട്ടെന്ന് ഫലം കിട്ടും എന്നാണ്. വിശ്വാസത്തോടു കൂടി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് ഫലം 100% ഉറപ്പാണ്. വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും